വന്നില്ലല്ലോടാ ഈഗോ ഉള്ളവരൊന്നും. വരൂല മള്ളി കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ വന്നാ മതി എനിക്കൊന്നവൻ. ആ സീനൊന്ന് കാണണം. ഞാൻ ആവശ്യമുള്ള ബാക്കിൽ കത്തിക്ക് പുളിച്ച് എടുത്തോണ്ട് പോകുന്നു. ഓരോ ഈഗോ മള്ളി പട്ടികൾ. ആദ്യം ഒരു കത്തിക്ക് വീശി കേട്ടോ, അപ്പൊ ഞാൻ മാറിക്കളഞ്ഞു. രണ്ടാം ശ്രമത്തിൽ പൊരിച്ചെടുത്ത് തന്നെ. ഞാൻ കണ്ടോണ്ട് നിങ്ങളെ കൊണ്ടുപോയില്ല അവര്. സത്യം. ഇത് മാത്രമല്ല എന്റെ കൂടെ ബുദ്ധിയില്ലാത്ത വേറൊരുത്തുണ്ട്, നീകൻ. ലോക്കർ ചെക്ക് എനിക്ക് അത് ആർപ്പി അല്ലേ ഗൈസ്, ചില്ല. നിങ്ങൾ മെറ്റ പറയല്ലടാ, നിങ്ങൾ പുതിയ ഓഡിയൻസ് ആണ് ഗൈസ് നിങ്ങളെല്ലാരും. പമ്പിന്റെ കേസ് ഒന്ന് എടുത്തു പറയണം. അവൻ കോഹ്ലിയുടെ ആയതുകൊണ്ടാണ് മുള്ളി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത്. അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. പിന്നെ ഗ്യാങ് അസറ്റ്സിൽ തൊടുന്നതിനെ പറ്റി സംസാരിക്കണം മുള്ളി. സംസാരിക്കാം. ഏതോ ഒരുത്തനെ അടിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെ സംസാരിക്കാൻ ഞാൻ നോട്ട് പോയിന്റ് എഴുതി പറഞ്ഞു. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ 6 മാസം മുന്നേ ഞാൻ ബുക്കിൽ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒന്ന് എടുത്തിട്ട് അവിടെ ഒരുത്തനെ കൊന്നവനെ വെടിച്ചോണ്ടിരുന്നപ്പോ സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൽ ഇട്ട് തലക്കടി. നിന്നെ അടിച്ചിട്ടോ അവന്മാര്? ആ പിസ്റ്റൽ ഇട്ട് അടിച്ചിട്ട് തന്നെ. അളിയ 2 ഫോണും 2 റേഡിയോ താഴത്തുണ്ട്. ഞാൻ ഇല്ലല്ലേ റേഡിയോയില്. റേഡിയോ എടുത്ത് ഗ്യാങ് ലോക്കറി വെക്കടാ, ആർക്കെങ്കിലും ഉപയോഗപ്പെടും. റേഡിയോ എടുത്ത് ചന്ദ്ര റേഡിയോ പോയി. അത് ഇതാക്കിയപ്പോ പോയതാടാ, അവനെ അടിച്ചിട്ടപ്പോ പോയതാ രണ്ടുപേരും. എന്താ അകത്തോട്ട് വരൂലേ? വാ നടുവിനെന്താ? ഞാൻ അടിച്ചതല്ലേ, വീങ്ങിയതല്ലേ? എന്താ കഴുത്ത് കോച്ചിയാ നിന്റെ ചന്ദ്രു? ചന്ദ്രാടാ ഇരുന്നോ. ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ട, നീ ഏറ്റവും ബാക്ക് റോയിൽ താഴെ. റേഡിയോയിലുള്ള എല്ലാരും ശ്രദ്ധയ്ക്ക്, മെമ്പേഴ്സിന്റെ എല്ലാവരും ശ്രദ്ധയ്ക്ക്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈനപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരിക്കും ഒരു കോഹ്ലിയുടെ സ്ഥാനം ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബാബു നമ്പൂതിരി അറിയിക്കപ്പെടുന്ന സ്ഥാനം അറിയിക്കപ്പെടുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഈ വട്ടം കോഹ്ലിയുടെ ആക്കിയേക്കുവാണ്. അത് ഇന്നോട്ട് നിങ്ങളെല്ലാരും മെമ്പേഴ്സ് എല്ലാവരും, അതിപ്പോ ആര് അണ്ണാന്ന് വിളിച്ചില്ലല്ലോ അവരെ ടിവിക്ക് പുറത്തായിരിക്കും. പെർമനന്റ്ലി പുറത്തായിരിക്കും. കൊട പിടിച്ചിരിക്കുന്നവനെ ഒട്ടും വെയിലില്ലല്ലോ, നീ വെളിയിൽ പോയി നിന്ന് കൊട പിടിച്ചോ. എന്നിട്ട് മറ്റേവൻ കശത്ത് കുരുവുള്ളവനില്ല, അവൻ വന്ന് സീറ്റ് ഇരിക്കാവോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. പുതിയ കോഹ്ലിയുടെ പറഞ്ഞ മനസ്സിലാവുന്നില്ലെന്ന് പറയാ. ആണോ? കേൾക്കത്തില്ല, കുറച്ച് മള്ളി ഇത് ഒച്ചത്തിൽ സംസാരിക്കണം മള്ളി. അതോ എന്റെ ഈ സാധാ സൗണ്ടിൽ സംസാരിച്ചാ പോരെ? ഫ്രണ്ടിൽ വന്നു കേക്കട്ടെ. റേഡിയോ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. ഇവിടെ റേഡിയോ സംസാരിച്ചാൽ റേഡിയോയിൽ ഇല്ല ചില അച്ചപ്പട്ടികളതാണ്. റേഡിയോയിലുണ്ട്. ഓ ടി വി സാധാ മെമ്പർ ചന്ദ്രബോസ് ഉണ്ട്. കൊട പിടിക്കലൊക്കെ വെളിയില് നീക കൊട മാറ്റി. നിനക്ക് വേണമെങ്കിൽ നിനക്ക് മെമ്പർഷിപ്പിന്റെ സ്ലോട്ട് വേണമെങ്കിൽ ആ സൈഡിൽ ഇരുന്നോ. അപ്പൊ പുതിയതായിട്ട് സ്ഥാനമേറ്റ കോഹ്ലിയുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കോഹ്ലിയുടെ വെച്ച് നോക്കുമ്പം എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മള്ളി ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട സാധനം ഉത്തരവാദിത്തം. പിന്നെ 2 സൈഡിൽ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് 2 ഭാഗമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഒറ്റ തലച്ചോറ്. അങ്ങനെ ഒരു തലച്ചോറുള്ള ഒരു കോഹ്ലിയുടെയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത്. പഴയതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഫാർ 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 ബെറ്റർ അല്ല. ഒരേ ഒരു നല്ലൊരു കോഹ്ലിയുടെ, നിങ്ങൾക്ക് ഇതുവരെ കോഹ്ലിയുടെ ഇല്ലായിരുന്നു. ശരിക്കും ഇത്രയും നാളെ നിങ്ങൾക്ക് ഒരു ലീഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇനി ഒരു കോഹ്ലിയുടെ ഉള്ള ഒരു ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ 1 പറഞ്ഞിട്ട് 2 പറഞ്ഞ് വായിൽ പറയും വെച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്ക് ഇതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എടാ നീക ഇനി ഇവിടെ വന്ന് ഇരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു വിടും. നമുക്ക് എവിടെയല്ല സീറ്റ് കയറി ഫ്രണ്ട് വന്നിരി. എങ്ങനെയാണ് ഇരിക്കണേ? ചന്ദ്രൻ ഇരിക്കാവോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട്. നിനക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ ഇവിടെ ഇരിക്കണേ. നീയൊന്നും വിളിക്കല്ലേ കേട്ടോ. ചന്ദ്ര ലാസ്റ്റ് കാണിക്കാണേ.
അണ്ണാ ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാ നീ അങ്ങനെ വിളിക്കേണ്ടതായിരുന്നു. നീ വിളിച്ചോ ഇല്ലെങ്കിൽ നിനക്കില്ലെങ്കിൽ ഞാൻ കോഹ്ലിയുടെ കാര്യം ഇല്ല അണ്ണാ ചന്ദ്രൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അണ്ണാന്ന് വിളിക്കാൻ. ചന്ദ്രൻ പറയാൻ മടിയുണ്ട്. അപ്പൊ ഞാൻ പറയാണ്. അപ്പൊ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ കോഹ്ലിയുടെ തന്നെ എടുത്തോ, ഞാൻ പറയണില്ല, എടുത്തോ. അതെ, അപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നീകൾ ആദ്യം വെളിയിറങ്ങ്. ചന്ദ്രന്റെ കേസ് നമ്മൾ തീരുമാനം ഇപ്പൊ ആക്കി തരാം. അല്ല ഇത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നീക? ഓ എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ചന്ദ്രൻ അപ്പൊ നീ അവിടെ ചന്ദ്ര ഇരിക്കാൻ ബുദ്ധിമുട്ടാണോ അതോ നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട്? നമുക്ക് മീറ്റിംഗ് നടക്കുന്ന ഏരിയയിൽ ഇനി വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല. ഞാൻ പുതിയ മെമ്പേഴ്സിനോട് എല്ലാവരുടെ അടുത്തും ഒഫൻസീവ് ആയിട്ട് എടുക്കേണ്ട. നമ്മുടെ ഈ കോഹ്ലിയുടെ പണ്ടോട്ട് ആക്ച്വലി കുറച്ച് ചൂടനാണ്, സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് ആണ്. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇപ്പം ആവശ്യം ഒരു മിനിറ്റ് കൂടെ. ഇപ്പൊ മെമ്പേഴ്സ് വിളിച്ചാ പോലെ വിളിച്ചോക്കടാ കുണ്ടാനി. നിന്റെ അവസാനം എനിക്ക് വന്നു നീ. സഭയിൽ അപമന്യതയായി പെരുമാറും. മെമ്പേഴ്സിനെ അങ്ങനെ വിളിച്ചാൽ വേറെ മാറ്റമൊന്നുമില്ല, അങ്ങനെ വിളിച്ചാൽ. പിന്നെ ചന്ദ്ര, ഇനി പമ്പിന്റെ ഓണർഷിപ്പ് ബാബുവിന്റെ പേരിലോട്ട് മാറ്റി കൊടുക്കണേ. തല പോയ കൊടുക്കൂലല്ലോ, തല പോയാ അതിപ്പോ തല പോകുന്നുണ്ട്. അതിപ്പോ ഞാൻ വെടിവെച്ചിടും. തലയും പോവും, തലയ്ക്ക് പേരുള്ള ടി വി എന്നുള്ള വാലും പോവും. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പമ്പും കാര്യങ്ങളൊക്കെ നിന്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ഭാര്യയും കൊച്ചിനെ ഒഴിച്ച് ബാക്കിയെല്ലാം ബാബുന്റെ പേരിൽ എഴുതി വെച്ചാരെ. അതായിരിക്കും വേണം സെക്കൻഡ് ഹാൻഡ്. അതല്ല, അതിനെ പറ്റിയല്ല പറയുന്നത് ചന്ദ്രു. പിന്നെ ആവശ്യമില്ലാതെ ഇനിയിപ്പം ഗ്യാങ് അസറ്റ്സിലൊന്നും അനാവശ്യമായി കൈവെക്കരുത്. എപ്പോ ഫുഡ് എടുക്കണം, ഗ്യാങ് ലോക്കറിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്നോടോ മലയാളിയോടോ പറഞ്ഞിട്ട് വേണം എടുക്കാൻ. അതെ, മനസ്സിലായി? അതിനകത്തൊന്നും ഇല്ല. അതിനകത്തൊന്നും ഇല്ലേ? അതിനകത്തൊന്നും ഇല്ലേ? റോള് വേണം. ബാബുസേട്ടന് റോള് കിട്ടിയോ? റോളുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ മള്ളി? ഇനിയുണ്ടോ? കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ. എടാ കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ. അണ്ണ നോക്കണ്ട, ശരിക്കും നോക്കണ്ട. ആവശ്യം ഇതിലധികം തോക്ക് വേണ്ട. 70 തോക്ക് ഞാൻ എക്സ്ട്രാ കയറ്റിയത് ഇന്നലത്തെ കൺസേണിന്റെ തോക്കല്ലേ ഇതിൽ ഇരിക്കണ്ട. ഇതിൽ എത്ര തോക്കുണ്ടെന്ന് എണ്ണി നോക്ക്. കുറവാണ്. അതൊന്ന് കശ്മീരുടെ കയറ്റി കുറഞ്ഞാ പറഞ്ഞു തരും. ഇവിടെ ഉണ്ടോ മള്ളി? ഞാൻ ഇത്ര നാളെ ഇവരെ കോഹ്ലിയുടെ തന്നെ ആയിരുന്നടാ. ഞാൻ ഇവിടുത്തെ കള്ളനല്ലായിരുന്നു, മനസ്സിലായില്ലേ? നിനക്കൊക്കെ ചന്ദ്രമുഖി ചന്ദ്രമുഖി എന്തിനു ചന്ദ്രക്ക് മാറാൻ നോക്കിയിരിക്കുവോ നീ? മള്ളി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഗ്യാങ് ഹൗസിൽ വന്നപ്പോ ഇപ്പം വീട് മാറാൻ വേണ്ടി വണ്ടിയിൽ എന്തോ പാക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നെ. ഇപ്പൊ സാമാൻ ഈ ഗണ്ണെടുത്ത് കയറ്റുമായിരുന്നു. അപ്പോ ചോദിച്ചു നോക്കട്ടെ. ചന്ദ്ര, നീ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല. നീ ബാബു ഇവിടെ വന്നപ്പോ നീ വണ്ടിക്കകത്ത് എന്തോ സാധനം കേറ്റുന്നത് അവൻ കണ്ടെന്ന് പറഞ്ഞു. എന്നെ കണ്ണെടുത്ത് വെടിവും വെച്ചു. അപ്പൊ ഞാൻ കള്ളനൊന്ന് പെട്ടെന്ന് നിന്റെ അച്ഛനാണല്ലോ അണ്ണ ഇവ ഗ്യാങ്ടസ് ഒന്നും അല്ലായിരുന്നു. ഉള്ള കാര്യം പറയാൻ ഞാൻ ഗ്യാങ്ടസിലായിരുന്നു. ഞാൻ കുട്ടിയിലായിരുന്നു. അണ്ണാ ഞാൻ കാര്യം പറയണ, ഞാൻ അണ്ണൻ നടത്തിയ വ്യക്തമായ കോൾ തന്നെയാണ്. എനിക്ക് ടീഷർട്ട് ഇല്ല, ടീഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയാണ്, തയ്ക്കാൻ കൊടുത്തിട്ട് അതെടുത്തിട്ട് വരാം. അതാണ് ഗ്യാങ് സിറ്റുവേഷൻ. ഞാൻ ചോദിച്ചോ? നീ ഗ്യാങ് ഹൗസിൽ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? അപ്പൊ ഹലോ ഗുരു, പറ. തിരക്കിലാണോ? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിലായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഗ്യാങ് ഹൗസിലുണ്ടോ? ആ ഗ്യാങ് ഹൗസിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. വന്നാ മതി വന്നിട്ട് വിളിച്ചു. ഒരു മിനിറ്റ് 10-20ഓളം തോക്ക് മിസ്സിംഗ് ആണ്. അണ്ണാ ഇതേ നോക്കിയേ, പഠിക്കാൻ പോണ മയിലേ. 10ഓളം തോക്ക് മിസ്സിംഗ്. 10ഓളം. അണ്ണാ വേസ്റ്റ് വണ്ടി. പിന്നെ സത്യം വേസ്റ്റ് വണ്ടി. വിട്ടേടാ. ചന്ദ്രൻ അങ്ങനൊന്നും ചെയ്യൂല. വിട്ടേരെ. ഞാനേ കോലിടറിനായിരുന്നേട്ടാ. ഇത് ഞാൻ തൂക്കിക്കോളാം. വളരെ മോശം ചന്ദ്ര. എന്താ ഇത്?
നോക്കിയിരിക്കണം കട്ടിലെടുക്കാൻ കുറെ കുന്നാള്. പാട്ടാരാണ് ചോദിച്ചത്? നമുക്ക് തൂക്കിക്കോളാം അത് വിട്ടേ നമുക്ക് നോക്കാം കുറച്ച് കണ്ണല്ലേ പോട്ടെ വിട്ടേരെ. എടാ, ആരെടാ കണ്ണെടുത്തേ? അന്ന് പറഞ്ഞേ. എന്തായാലും എടുത്ത പോലെ തന്തയില്ലാത്തവനായിരിക്കും, അല്ലാതെ സ്വന്തം ഗ്യാങ്ങിന്ന് മോട്ടിക്കും. ഒന്നെ തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ തന്ത ആരും അറിഞ്ഞുകൂടാത്തവൻ. നിന്റെ തന്റെ ജീവനോടെ ഇല്ലല്ലേ ഇപ്പൊ മുണ്ടേ? നിനക്ക് എന്തിനു ചന്ദ്ര കൊല്ലുന്നത് ഈ പറയുന്നത്? ഞാൻ വല്ല പറഞ്ഞ അല്ല, എന്തിനു കൊല്ലുന്നുണ്ടോ? ചന്ദ്രു ദയവ് ചെയ്ത് ഒരു മാന്യമായ സഭ നടക്കുവാണ്, അപമാനിക്കരുത്. ആ അപ്പോ എടാ, പിന്നെ വള്ളി എടുക്കുന്നതിനൊരു മയം വരുത്താനാണ് നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു അടുത്തൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. വള്ളി എടുക്കുന്നതിനെ പറ്റി നമ്മള് ഇനി വള്ളി എടുക്കുമ്പോ ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ഒന്നേ ലീഡറിനോട് അല്ലെങ്കിൽ ഗോൾ ലീഡറിനോട്. പഴയ ഗോൾ ലീഡറിന് ഒരു പരിഗണന പോലും കൊടുക്കേണ്ട കാര്യമില്ല, മനസ്സിലായി? കഴിഞ്ഞു, വിട്ട വളി പോയി, നാറി, അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി നമുക്ക്. അതെന്തോടാ നീക മൂലത്തില് കുരു ഉണ്ടോ? ഇരുത്തിന്റെ എവിടെയായിരുന്നോ? ഇരുത്തിയെടുത്തിരിക്കും. ഡോക്ടറായിരുന്നു അതെ, മള്ളി. അപ്പൊ അങ്ങനെയാണ്. പിന്നെ അടുത്ത ഗ്രൈൻഡിങ് ടാർഗറ്റിന്റെ കേസ് പറയണം മള്ളി. ഗ്രൈൻഡിങ് ടാർഗറ്റ് ഓൾറെഡി കൊടുത്തേക്കാണ് ബാബു. അതറിയില്ല ഫണ്ട് കൊടുക്കുന്നതിന്റെ ഫണ്ട് നമ്മുടെ രണ്ടിനും തരും. ആ ഓക്കെ. നേരത്തെ പഴയ ലീഡറിന് വല്ല കണക്ക് ക്ലോസ് വല്ല ഉണ്ടോ? പഴയ ഫണ്ട് കളക്ട് ചെയ്ത്? പഴയ ലീഡർ അല്ല, കോലീഡർ. ഗോലിയുടെ എന്തെങ്കിലും ഫണ്ട് വല്ലതും ഉണ്ടോ കയ്യില് കളക്ട് ചെയ്യാനോ വല്ലതും? അത് നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ പഴയ കോലീഡർ ഒന്നുമില്ല, എല്ലാരും കൊണ്ട് തന്നേ പറ്റുള്ളൂ എമൗണ്ട്. ചെസ് കളിക്കാൻ പോയോ? മുള്ളി തമാശ എന്തെങ്കിലും കേൾക്കുന്നുണ്ട്, അത് വലിയ സൗണ്ട് ആണ് കേൾക്കുന്നത്. ചെസ് കളിക്കാൻ പോയി. അവിടെ ആരാ സംസാരിക്കുന്നേ? ഇവിടെ ആരാ സംസാരിക്കുന്നേ? സൗണ്ട് കേൾക്കുന്ന ഇല്ല സോറി കോലീഡർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? നീക ഇങ്ങോട്ട് വന്നേ, നീക ഇങ്ങോട്ട് വന്നേ. ഇല്ല പ്രശ്നം ബാബു അണ്ണാ. അല്ല എന്താ ചന്ദ്ര കേട്ടില്ല? ഇല്ല ബാബു അണ്ണ പ്രശ്നമൊന്നുമില്ല ബാബു അണ്ണ. ഓ അങ്ങനെ, ഓക്കെ. അപ്പൊ അണ്ണാണ്ട് വിളിച്ചെങ്കിൽ ഞാൻ അച്ഛനാണ് കേട്ടത്. പറയൂ, ആരും ചിരിച്ചില്ല, സ്വന്തം അയ്യോ. അപ്പോ ചന്ദ്ര നേരത്തെ എന്തായിരുന്നു വിളിച്ചത്? ഇല്ല അണ്ണാന്നല്ലേ? അണ്ണൻ പറഞ്ഞ എന്താ പറ്റിയേട്ടാ? മാനസികമായിട്ട് കോലീഡർ ആക്കി പോയി പെട്ടെന്ന്. ഒന്നും കൂടെ ചന്ദ്ര എന്തായിരുന്നു? ബാബു ഉണ്ടാ എല്ലാരും ചിരിക്കണം, എല്ലാരും ചിരിച്ചാലേ അത് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു തമാശ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം, എല്ലാരും ചിരിക്കണ്ടേ? ചന്ദ്ര അണ്ണന്ന് വിളിക്കില്ല ചന്ദ്ര. നീ എന്നെ മുന്നേ വിളിച്ചത് പോലെ എന്നെ വിളിച്ചാൽ മതി. ഇന്നൊരു ദിവസത്തേക്ക് കുഴപ്പമില്ല. വാസന പറഞ്ഞ ഇതാക്കത്തില്ലടാ. ആ ഓക്കെ അത് മതി. ഓക്കെ അപ്പോ മള്ളി, അപ്പൊ അടുത്ത എന്താണ് പരിപാടി? നമുക്കിപ്പോ ഇതിന്റെ ഒരു മീറ്റിംഗിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ 1-2 സെറ്റ് ചെയ്യണം. ചിലപ്പോ 1-2 പോവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുട്ടീനെ. ആണല്ലേ? അല്ല, റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ബാബുവിനെ ഏൽപ്പിച്ചു. ബാബു നോക്കി എനിക്ക് ഞാൻ നോക്കിക്കോളാം മള്ളി. നല്ല മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നോക്കിയെടുത്തോ. ആ പിന്നെ നമുക്ക് ഈ സസ്പെൻഷനിൽ പോവാൻ 2-3 കാരണം കൊണ്ടേ കൊടുക്കാമല്ലോ. സസ്പെൻഷന് കൊടുക്കാൻ പറ്റുമല്ലോ മള്ളി? എന്തോ കേട്ടില്ല. അല്ല, ഗ്യാങ് സസ്പെൻഷനൊക്കെ നമ്മൾ പറഞ്ഞ കേൾക്കാതെ അനാവശ്യം വള്ളി എടുത്ത് ഗ്യാങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഞാൻ അതിനു മുമ്പ് ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ ഇതായി. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ ഒരു കോ ലീഡറിന്റെ ഒരു റിവ്യൂ പറയാനുണ്ടെങ്കിൽ പറയാം. അലക്സേ പറഞ്ഞോ, അഭിപ്രായം എന്തായിരുന്നു പഴയ കോ ലീഡറിന്റെ? ഇതൊന്നും ഇല്ലായിരുന്നു. എടാ പറഞ്ഞ ടൈമിംഗ് പറഞ്ഞു കൊടുക്കണേ ചന്ദ്രൻ ചിരിക്കുന്നതിന്റെ. പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊല്ലമുള്ളവരെ പേര് എഴുതിയെടുക്കോട്ടെ. മന്ദാരം എന്താണ് അഭിപ്രായം? എന്തായിരുന്നു മന്ദാരം?
വളരെ നല്ല അഭിപ്രായമായിരുന്നു. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു കോലീഡർ ആയിരുന്നു ആക്ച്വലി. എടാ ഇല്ല പുതിയതിന്റെ അല്ല പഴയതിന്റെ പറഞ്ഞാൽ മതി. പഴയ ആളിനെ പറ്റി സംസാരിച്ചാൽ മതി. ചന്ദ്രനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. പിന്നീട് പറയാം. അതിനെ പറ്റി അടുത്ത meeting. ഇതൊക്കെ എന്താണ് ഇതൊക്കെ വെറുതെ കൂട്ടത്തിലുള്ളവരെ വെടിവെച്ച് കൊല്ലുക. സത്യം അതെ എപ്പോഴും വണ്ടി അതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പണിഷ്മെന്റ് കൊടുത്തത് തന്നെ. അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ മോശം ഒരു തുറമ്പ കണ്ട ഇതാണ്. എടാ ഇല്ല തീട്ടത്തിനെയൊക്കെ ഓൾറെഡി മാറ്റി മള്ളി. മള്ളി തീട്ടത്തിനെയൊക്കെ മാറ്റിയടാ. നീ ആരെ പറഞ്ഞ കോലിഡറാണ് ബാബു അവനെ പറയണ്ടേ. സൂപ്പർ. നീലിന്റെ അഭിപ്രായം എന്താണ് നീല? കോലീഡറിന് പഴയ കോലീഡറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് നല്ല ഒരു പ്രതീക്ഷയുള്ള സത്യത്തിൽ നല്ലൊരു മനസ്സിന്റെ ആളാണ് സത്യത്തിൽ. പിന്നെ കൊള്ളാം നല്ല അടുത്തോട്ട് പോ. സമയമില്ല, കുറച്ച് സമയമില്ല. സത്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള മോബിയുടെ തീരുമാനം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കോലീഡർ ആയിരുന്നു. സംസാരിച്ചിട്ട് ഓടിയില്ലല്ലോ ഞാൻ ഇന്നേ വരെ. നീ എങ്ങനെ നല്ലതിനെ പറ്റി പറയുന്നത്? നിന്റെ പെണ്ണ് കാണാൻ നീ എന്നെ വിളിച്ചോണ്ട് പോയല്ലോടാ നീ നാറി. നീ എങ്ങനെ നല്ലത് പറയടാ നീ 10-2 നല്ല കോലീഡർ. വില്ലുമന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വില്ലുമൻ എനിക്കൊന്നും അറിയില്ല അണ്ണാ. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ്. കേൾക്കാതിരിക്കുന്നത് നല്ലത്. അപ്പൊ പിന്നെ നീ ഒന്ന് പറയണ്ട. കുറിപ്പ് എന്താ അഭിപ്രായം? കുറിപ്പേ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. അല്ല അവൻ അതിൽ കൂടുതൽ അഭിപ്രായം ഇല്ല മള്ളി. അത് ആരെ പറ്റി ചോദിച്ചാലും ഇന്നലെ SRL പയ്യന്മാരെ പറ്റി അവന്മാർക്ക് ഇതേ അഭിപ്രായമാണ്. സംസാരിക്കണല്ലേ ഭയങ്കരമായിട്ട് അല്ലടാ. കാരണം പഴയ കോലീഡറിന്റെ വായിരുന്ന പഴമൊന്നുമില്ല. ഡെസ്പോയ്ക്ക് നമ്മുടെ ഓൾഡ് കോലീഡറിനെ പറ്റി എന്താണ് അഭിപ്രായം ഡെസ്ട്രോ? അത് യാരെന്ന് ചന്ദ്രബോസ് അല്ലെങ്കിൽ ചന്ദ്രബോസിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. Too bad. ചന്ദ്ര, ഇത് ഞാൻ മൊത്തത്തില് പൊതുസഭയിൽ പറഞ്ഞ് അപമാനിക്കുകയല്ല. മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇതിലേക്ക് വന്നത്. മനസ്സിലായോ? നമ്മൾ ഇനി അടുത്ത് ഇതാകുമ്പോഴത്തേക്കാണ് നമ്മൾ ജുഗ്രു എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. കാരണം അവന്റെ കല്യാണം ഞാനാണ് ആദ്യം പോയത്. സ്റ്റീവ് എന്താ അഭിപ്രായം? സ്റ്റീവേ ചന്ദ്രത്തിനാണുള്ള പൈസ കൊണ്ട് എനിക്ക് ഗ്യാങ് ഫണ്ട് തരാൻ പറ്റും. ഈ വണ്ടി വിളിച്ച് തോറ്റേണ്ടത് വണ്ണിയാണ് തോറ്റ. അതാ പറഞ്ഞത് എല്ലാം കൊണ്ടും കുറച്ച് വീക്ക് ആയിട്ടിരിക്കുകയാണ്. കാശൊക്കെ തന്നായിരുന്നേ. നല്ല അഭിപ്രായം. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കൊല്ലൂന്നുള്ള വിഷമത്തില. അതൊരു പരാതിയാണ്. കണ്ട എല്ലാവരുടെയും ഒരു പരാതി. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സാധനമാണ് കൊല്ലുന്നുള്ള ഒരു കാര്യം. ജൂടെ പറഞ്ഞൂടെ? നല്ലൊരു കോലീഡറാണ്. ഇങ്ങനെ ഒറ്റ ബുദ്ധിയൊക്കെ വരുന്നോണ്ട് അതെ. നീക എന്തായിരുന്നു? നീകിന്റെ അഭിപ്രായം എന്താ? നീകിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ചന്ദ്ര പോലത്തെ ഒരു കോലീഡർ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത്ര തങ്കപ്പെട്ടൊരു മനുഷ്യൻ. ഇവരൊക്കെ എന്ത് പറയണ കൊല്ലും. അതേപോലെയാണ് നമ്മുടെ ചന്ദ്രൻ നമ്മളെ തല്ലിയിട്ടുള്ളൂ. മനസ്സിലായോടാ? നിനക്ക് എന്തൊക്കെയാ പറയുന്നേ? അവന്റെ ഒരു 3 പോസിറ്റീവ് കാര്യം പറഞ്ഞ ചന്ദ്രന്റെ. ചന്ദ്രന്റെ പോസിറ്റീവ് എത്ര കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോ തന്നെ നമുക്ക് പോസിറ്റീവ് ആണ് ഫുള്ള്. 3 കാര്യം പറ. അവന്റെ ഒരു പോസിറ്റീവ് 3 കാര്യം. ഇത്ര നല്ല ഫണ്ണായിട്ടൊരാള്, ഒരു വലിയൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത്ര സീരിയസ് ആവുന്ന ഒരാള്, അങ്ങനെ പല പല ക്യാരക്ടർ ചന്ദൻ പെട്ടെന്ന് അതാണ് ആ 3 പോയിന്റ്. മനസ്സിലായില്ലേ? അത് 3 പോയിന്റ് ആണ്. അത് 3 പോയിന്റ്. അത് 3 പോയിന്റ് ആണ്. ഫണ്ണാവുന്നത് ഒരു പോയിന്റ്, ദേഷ്യപ്പെടുന്നത് വേറൊരു പോയിന്റ്, സീരിയസ് ആവുന്നത് രണ്ടാമത്തെ പോയിന്റ്. വേണ്ട സമയത്ത് കൃത്യമായി അതൊക്കെ ചെയ്യണമെങ്കിൽ പിന്നല്ല ഗൺ ഫൈറ്റ്. ഇപ്പൊ അണ്ണനെ തന്നെ എത്ര വട്ടം അടിച്ചിട്ടേക്കുന്നത്. എടാ കഴിഞ്ഞ 5 വാറില് ഇവന് 0 പിക്ക. 5 വാറില് സ്റ്റേഡിയമില് ഭയങ്കര കൊണ. അതെ. കോച്ച് എന്താണ് കോച്ച് അഭിപ്രായം ചന്ദ്രനെ പറ്റി? நல்லவன் தான்டா. ஆனா அந்த ஒத்த புத்தி தான்
ഫുൾ ബ്രെയിൻ ഇല്ല കോച്ച്, ഫുൾ ബ്രെയിൻ ഇല്ല. മള്ളി അപ്പൊ അതായത് 99% എല്ലാരും ഞാൻ അറിയാതെ ടൈമിംഗ് ആണ്, പക്ഷെ അത് കൊള്ളായിരുന്നു. മുലയല്ല 99% മുരളിയുടെ ഡിസിഷൻ ആണ് കറക്റ്റ് എന്നാണ് ഇപ്പോ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാരും പറയുന്നത്. അതെ, ഇവിടെ ഒരാളുണ്ടല്ലോ, ഇതാരാ സെക്ക? പറ സെക്ക, അഭിപ്രായം. അടിയാണല്ലോ സംസാരമുള്ള സെറ്റാണ്. ഇല്ലായിരുന്നു പുതിയ റിക്രൂട്ട്സ് മള്ളി, ഇതൊക്കെ പുതിയ ആൾക്കാരാണോ? അതൊക്കെ പുതിയ ആൾക്കാർ. അറിഞ്ഞൂടെ ഇത്രയും നാളായിട്ട്? ഇതാരാ ഭരതനാണോ? ഭരത, എന്താണ് അഭിപ്രായം പഴയ കോലീഡറിന്റെ? വളരെ പൈസ നല്ലത് പറയാം. ഇല്ലടാ കണ്ണു കൊടുക്കുന്ന പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞ പൈസ വളരെ മോശം, വളരെ മോശം. ഡോർക്കിയുടെ ഒക്കെ അഭിപ്രായം ഭയങ്കര മോശമാണെന്നാണ് പറയണത്, ഭരതനൊക്കെ പറയണത്. കുറച്ചു പേർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ചന്ദ്ര, അതാണ് നമ്മൾ പെട്ടെന്ന് അത് കൺസിഡർ ചെയ്തതിന്റെ കാര്യം. അതാണ് ഞാൻ ഒന്ന് ഇൻഫോം ചെയ്ത് പെട്ടെന്ന് അത് സഡേന്ന് പറഞ്ഞ് തീരുമാനം എടുത്തത്. ഞാൻ സത്യം പറയാലോടാ, എനിക്ക് എന്റെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഒരാളെ കോലീഡർ സ്ഥാനത്ത് നിന്ന് ചന്ദ്രനെ മാറ്റണമെന്ന് തോന്നിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കാൻ പോലുള്ള ഡിലേ പോലും എനിക്ക് വന്നില്ല. എന്റെ മനസ്സ് വന്നത് ബാബുവിന്റെ മുഖമാണ്. അത് എനിക്ക് വേറൊരു ചിന്തിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. എന്തുകൊണ്ടും എനിക്ക് തോന്നി, ഞാൻ പറയാം, കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗൺ പവർ ആയിക്കോട്ടെ, ഇത് എല്ലാ ഗ്യാങ്ങിനും അതപ്പതന്നെ ഉണ്ടാവും. സമയമായി നമ്മുടെ നീ നിന്നപ്പോ പിടിച്ചിരുന്നില്ലേ ചന്ദ്ര? നീ നിന്നപ്പോ പിടിച്ചിരുന്നില്ലേ? ഇതിൽ കൂടുതൽ നാളെ പിടിച്ചില്ല. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ബാബു, ഇനിയിപ്പോ കോലീഡറിനും പിന്നെ സിറ്റുവേഷനിലുള്ള ഒരാൾക്ക് മാത്രമേ മീറ്റിംഗ് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചന്ദ്ര സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ചന്ദ്രന് വരാൻ പറ്റുന്നത്. അങ്ങനെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു ചന്ദ്രനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മള്ളി ഇനി ഇതിനൊരു സിറ്റുവേഷൻ സംസാരിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ദാരമാണ് തോന്നുന്നു മള്ളി. കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും നമുക്കൊരു ഗാർഡിയൻ പോസ്റ്റിലോട്ട് എനിക്ക് തോന്നുന്നു കൊണ്ടുവരാൻ പറ്റുന്ന മന്ദാരം ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. ആണല്ലേ? പിന്നെ അവനൊരു 3-4 പിള്ളേരെ ഹാൻഡിൽ ചെയ്യാനും ഒരു പകുതി നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര പറ്റില്ലെങ്കിൽ ഒരു പകുതി അവനെ കൊണ്ട് പറ്റുന്നുണ്ട്. നമുക്കത് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മെമ്പേഴ്സിന്റെ അടുത്ത് ഇതാണ് നമ്മുടെ പുതിയ കോ ലീഡർ. അതൊരു പറയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എല്ലാരും ഒരു പെട്ടെന്ന് ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചത്. അപ്പൊ ആ ഒരു റെസ്പെക്ട് ശരിക്കും ബാബുവിന് എല്ലാരും കൊടുക്കണം. ബാബു, ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാ, എന്താ ബാബുവിന് റെസ്പെക്ട് ഇല്ലാന്ന് തോന്നുന്ന ആരാണെങ്കിലും ഞാൻ എന്റെ പെർമിഷൻ ഇല്ലാതെ ഗാങ്ങിനെ സസ്പെൻഡ് ചെയ്തു കേട്ടോ. ചെസ്സിന്റെ നിക്കാൻ പറ്റാൻ ചെസ്സിന്റെ നിക്കറന്ന് പറ്റാൻ നിങ്ങളെന്തായാലും സംസാരിച്ചായിരുന്നോ? എനിക്ക് ഓക്കെ അല്ലാത്തൊരു മാത്രം എന്നാന്ന് വിളിച്ചത്. ഇതെന്തുവാടാ താഴ്ച ചെസ്സിന്റെ കോമഡി ആയിരുന്നോ? ഓ, ഒന്നെടുത്ത് കളയണടാ, വെളിയെടുത്ത് കളയണേ, നാറ്റം മാറുമ്പോ ഒന്നെടുത്ത് കളയണടാ. കോമഡി 1.5 മണിക്കൂറായില്ലേ? 1.5 ചിരി വന്നായിരുന്നു. അയാളെ ചോദിക്കുവാ ശരിക്കും, ഞാൻ ചോദിക്കുവാണ് ചെസ്സിന്റെ കോമഡിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു 5 തവണ പറഞ്ഞു, മൈൻഡാക്കിയില്ല, ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുകയാണ്. മന്ദാരം, നീ കേട്ടായിരുന്നോ ചെസ്സിന്റെ കോമഡി? കേട്ടായിരുന്നു, പക്ഷെ ശരിയൊന്നും വന്നില്ല. കളിക്കുടുക്കയിൽ കൊടുക്കാറ് 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ശരി വന്നാലോ കൊടുത്തേക്കാൻ പറയാം. ഗാലറി എതിരാണല്ലോ, കുറെ പേർക്ക് മനസ്സിലുണ്ട്. ഇതിന്റെ പേരിൽ ഇവിടെ ആരെങ്കിലും കത്തിയെടുത്ത് ആരെങ്കിലും കുത്തുവോ കൊല്ലുവോ ചെയ്താൽ കൺഫേം സസ്പെൻഷൻ വെളിയിരിക്കും. ഡയറക്റ്റ് കിട്ടാ മതി. അപ്പൊ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. പുതിയ മെമ്പറിനെ പരിചയപ്പെടാൻ വേണ്ടി നിങ്ങളൊക്കെ വന്നതിനൊക്കെ ഒരുപാട് താങ്ക് യു. ഇത് ആ ഒരു ഹൈറാർക്കി അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പറയുന്നത് വരെ 15 ദിവസം എന്തായാലും ചന്ദ്രൻ ഇത് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചോളാം. 15 ദിവസത്തേക്ക് ചന്ദ്രൻ ഗ്യാങ് അസറ്റ്സ്, ഗ്യാങ് കാര്യങ്ങളൊന്നും ലോക്കർ ഒന്നും ആക്സസ് ചെയ്യരുത് കേട്ടല്ലോ. ഓക്കെ.
എടാ എടാ മന്ദാരം ചന്ദ്രനെ കുടിക്കാൻ വെള്ളോ ചായ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് എടുത്ത് കൊടുത്തേക്കണടാ ലോക്കറിന്ന്. ലോക്കറിനകത്താണല്ലോ എവന്റെ നാട്ടിൽ ചായ നമ്മളെ കാണുന്ന കണ്ണിപ്പട പോയി. ഉറപ്പായിട്ടും. കോലീഡർ എന്ന് പറഞ്ഞ നമ്മുടെ ഗ്യാങ് ഡീൽ ഉണ്ട് കോലീഡർ എന്ന് പറഞ്ഞ. ഓക്കെ. ചന്ദ്രനല്ല ബാബു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ പള്ളി. തല വെട്ടി സർപ്രൈസ് ആയോ? പിന്നെ ഞെട്ടിയോന്നോ? എനിക്ക് ഞെട്ടിയതല്ല, ഞാൻ കോലീഡർ ആയത് എനിക്ക് മുള്ളി കുറെ ദിവസം പറയുന്നത് അറിയായിരുന്നു. പക്ഷെ ചന്ദ്രനെ മാറ്റിയിട്ട് കോലീഡർ ആവുന്ന എന്തായാലും ഉറപ്പായിരുന്നല്ലേ? അത് മുള്ളി ഈ ആഴ്ച വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നതാണ്. പിന്നെ കുഴപ്പമില്ല, പുള്ളി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇന്ന് കയറി. ഇന്നിപ്പോ ഒരു ലോഡ് മിസ്സായി, എന്നാലും പ്രശ്നമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു കൺസൈൻമെന്റ് പോയി കേട്ടോ എന്റെ ഇന്ന്. ഏത് കൺസൈൻമെന്റ്? ഇവിടെ ജംഗ്ഷനിൽ നിർത്തേണ്ട വണ്ടിയാണ്, ഞാൻ ഇല്ലാത്തോണ്ട് അത് പോയി. ഇനി പോയി തിരിച്ച് വിളിച്ചോണ്ട് വരണം. കുഴപ്പമില്ല, കോലീഡർ ആയല്ലോ, പറഞ്ഞു നിൽക്കാം, നാളെ വാപ്പ ചോദിക്കുമ്പോ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ശരിക്കും ഒരു പ്രാങ്ക് ആയിരുന്നു. ഇങ്ങോട്ട് തരോ ഇങ്ങോട്ട് തരോ? എനിക്ക് അർജന്റായിട്ടൊന്ന് പോണം കേട്ടാ. അതെന്താ? ഇപ്പൊ പോയ വണ്ടിയെങ്കിലും തിരിച്ചു പിടിക്കാൻ മള്ളി. തൽക്കാലം വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും പറഞ്ഞാൽ മതി. അതെ എനിക്കറിയാലോ മള്ളി, ഇന്ന് ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് കൊല്ലിട്ടെന്ന് എനിക്കറിയാലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞോട്ടെ, മള്ളി നീ അതിന് ഡിസേർവ്ഡ് ആണ് ശരിക്കും. അത് ഞാൻ ഒരു ദിവസം അനൗൺസ് ചെയ്യുന്നത്, നീ ഡിസേർവ്ഡ് ആണ് ബാബു. നീ ശരിക്കും കണ്ടിന്യൂ അല്ലേ? അതെ, അൺഡിക്ലെയർഡ് ആണ്. പക്ഷെ നീ അത് ആരത്തെ പറയട്ടെ, നീ അൺഡിക്ലെയർഡ് കോലീഡർ ആണ് ശരിക്കും. എന്റെ മനസ്സുകൊണ്ടാണ് മള്ളി. അതെ, നീ അതോർത്ത് വിഷമിക്കരുത് എന്തായാലും. ഇല്ല പക്ഷേ എനിക്കതല്ലേ, ഇത് മറ്റേ മെറ്റടിച്ചാണെങ്കിൽ അറിയുമല്ലോ മള്ളി, അതാണ് പ്രശ്നം. ഇല്ല അതൊന്നും അറിയില്ല. അവരോട് ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ സംസാരിക്കാൻ വരുമ്പോ ബാബു തന്നെയാണ് കോലീഡർ എന്നുള്ള രീതിയിലേ നിൽക്കുള്ളൂ. അതത്രേ ഉള്ളൂ മള്ളി. ബാക്കിയുള്ളവരെ പറ്റിക്കുന്നതായിട്ട് അവൻ കരുതിയത്. എന്നാലും മള്ളി പ്രാങ്ക് ആണെങ്കിലും എന്റെ അടുത്ത് ഇപ്പൊ പറയണ്ടായിരുന്നു. എല്ലാരും അറിയിച്ചതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞാ മതിയായിരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. തൽക്കാലം കോലീഡർ സ്ഥാനമായിട്ട് ഇരിക്കട്ടെ. ഡിസേർവ്ഡ് ആണ് ശരിക്കും നീ. ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണൊന്നുമില്ല, ഒട്ടും കംഫർട്ടായിട്ട് തോന്നുന്നില്ല അത്. എനിക്ക് ഇങ്ങനെയൊക്കെയല്ല പറ്റൂ. അപ്പൊ പിന്നെ പോയി കൺസൈൻമെന്റ് എടുത്തോ. കൺസൈൻമെന്റ് എടുത്തിട്ട് വരാം. ഓക്കെ.